പ്ലാവിൻ്റെ വാട്ടരോഗത്തിന് വേണ്ടി ഇവിടുത്തെ അച്ഛൻ്റെ ഐഡിയയിൽ കൂടെ ചെയ്യുവാണ്. വാട്ടരോഗം മാറാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. മണ്ടയിലെ മണ്ണ് മൊത്തം നീക്കി ഒരു തടം മാതിരിയാക്കി ചെയ്തിരിക്കുകയാണ്. അച്ഛൻ്റെ ഐഡിയയിൽ കൂടെ ചെയ്ത് നോക്കുകയാണ്. ഇത്രയുണ്ട് പ്ലാവ്. ഇനി അടുത്ത മരുന്ന് വളമെല്ലാം കൂടെ ചേർത്ത് കലക്കാൻ പോവുകയാണ്. മിക്സ് ചെയ്യാൻ പോവുകയാണ്. ഒരു പ്ലാവിന് വേണ്ടി ഇടാൻ പോവാണ്. സൂഡോമോണസ് ഒരു കപ്പ് 100 ഗ്രാം ഇടുവാണ്. അപ്പോൾ സൂഡോമോണസിൻ്റെ അകത്ത് 100 ഗ്രാം എടുത്തു. അതിൻ്റെ അകത്ത് 100 ഗ്രാം വെള്ളം ചേർത്തു. അത് മിക്സ് ആക്കുവാണ്. ഈ പശയിൽ ഒരു 50 ഗ്രാം കൂടി ചേർത്ത് ഒഴിച്ചു. സ്വല്പം വേപ്പെണ്ണയോടെ ഒഴിച്ചു. ശരിക്ക് നമ്മൾ ഇളക്കണം എന്നാണ് ഈ അച്ഛൻ പറയുന്നത്. അച്ഛൻ്റെ ഐഡിയ ആണ് ഇത്. ഇവിടുത്തെ ഒരു ബിഗ് ചാനുണ്ട്, സർവീസ് വാനാണ്, പുള്ളിക്കാരൻ്റെ ഐഡിയ ആണ്. ആ കലക്കിയത് കപ്പില കൊണ്ടുവന്നിട്ട് ഇതുപോലെ എല്ലാത്തിനും അടിച്ചു കൊടുക്കണം. ഇല സഹിതം അടിക്കാം. ഒത്ത ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ആക്കി സ്പ്രേ അടിച്ച് കൊടുത്താലും മതി. ഇലയ്ക്ക് മൊത്തത്തിൽ പോകണം. സ്പ്രേ അടിച്ച് ഇതുപോലെ കൊടുക്കണം. ഇതുപോലെ അടിച്ചു കൊടുക്കണം. അപ്പോൾ ഇത് വാട്ടരോഗത്തിനാണ് അടിക്കുന്നത്. കണ്ടില്ലേ, ഇലയ്ക്കും എല്ലാത്തിനും. ഇതിപ്പോൾ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇച്ചിരി സ്പ്രേയിൽ ഇച്ചിരി ലൂസാക്കി ഞങ്ങൾ അടിക്കും. ചെറുതായിട്ട് ലൂസാക്കിയിട്ട് സ്പ്രേയിലടിക്കും. കണ്ടോ, ഇവിടുത്തെ അച്ഛൻ്റെ ഒരു ഐഡിയ. പലരും ചോദിച്ചിട്ട് അച്ഛൻ ചെയ്യുന്നതാണ് ഇത്. അപ്പം ഞാൻ നിങ്ങളറിയാൻ വേണ്ടി യൂട്യൂബിലോട്ട് ഇരുന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ഇതുപോലെ 2 കൊല്ലം കൂടെ കായ്ക്കുന്ന പ്ലാവൻ തൈയൊക്കെ ഉണ്ടാവും. അതനുസരിച്ച് നമ്മൾ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഉടനെ സർവീസ് വാനാണ്. ഇതിൻ്റെ പുള്ളിക്കാരൻ്റെ അടിയിൽ കൂടെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. പുള്ളിക്കാരന് കൃഷിയുടെ വലിയൊരു ആഗ്രഹമുള്ള മനുഷ്യനാണ്. കൃഷി എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരന് വലിയ ഇതാണ്. പ്ലാവൻ തയ്യ്, ജാതി തയ്യ് എല്ലാം ഉണ്ടാകാൻ നോക്കൂ. ഉണ്ടോ, ഇതാണ്, കണ്ടില്ലേ. സൂഡോമോണോക്സൈഡ് 400 ഗ്രാം വെള്ളത്തിൽ കലക്കിയിട്ട് ചുറ്റിനും ഒഴിക്കുകയാണ്. ചുറ്റിനും ഒഴിക്കുന്നു. മോണോക്സൈഡ് 400 ഗ്രാം 3/4 ബക്കറ്റ് വെള്ളത്തിൽ കലക്കി ഒഴിക്കുകയാണ്. ഇതുപോലെ ഒഴിക്കണം നമ്മൾ. ഒത്താലൊത്തു ഇല്ലെങ്കിൽ ഇല്ല. നമുക്കിപ്പം 100-500 രൂപ കൊടുത്ത് പ്ലാവും തൈ 2 കൊല്ലത്തെ കായ്ക്കുന്ന വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ വാങ്ങിക്കുന്ന ആളിനെ ഒരു സന്തോഷം. അപ്പം അത് ഒഴിച്ചു കഴിഞ്ഞു. അങ്ങനെ 2 കിലോ വേപ്പൻ പിണ്ണാക്ക് ഇടുക. വീച്ചായ വേപ്പൻ പിണ്ണാക്ക് ഇടുന്നു. അങ്ങനെ 2 കിലോ വേപ്പൻ പിണ്ണാക്കാണ് ചൂട്ടിരുന്നത്. ചുറ്റുമാണ് ഇരുന്നത്. ചുറ്റി ഇടുകയാണ്. വീച്ചാവന പറഞ്ഞ മാതിരിയാണ് ചെയ്യുന്നത്. ചുറ്റി ഇടുന്നു. അത് കഴിഞ്ഞിട്ട് 2 കിലോ തേയിലക്കൊന്ത് അച്ഛനെ കഷ്ടപ്പെട്ട് ചായക്കടയിൽ പോയി ഒപ്പിച്ചുകൊണ്ട് വന്നതാണ്.
ഇതെങ്ങനെയാ? തേയിലക്കൊന്ത് സ്വല്പം കൂടെ ദൂരെ മാറ്റി ആണ് ഇരുന്നത്. കണ്ടോ? ഞാൻ കഷ്ടപ്പെട്ട് പോയി വാങ്ങിക്കൊണ്ട് വന്നതാണ് തേയിലക്കൊന്തം. സ്വല്പകത്തി മാറ്റിയാണ് ഇട്ടേക്കുന്നു. കണ്ടോ? തേയിലക്കൊന്തം. അങ്ങനെ തേയിലക്കൊന്തം അങ്ങനെ അതിട്ട് കഴിഞ്ഞു. ഈ തേയിലക്കൊന്തിൻ്റെ മണ്ടയിൽ ജൈവവളം 250 ഗ്രാം ജൈവവളമാണ് ഇത് ഇടുന്നത്. ദൂരെ മാറ്റിയാണ് ഇട്ടേക്കുന്നത്. ഇനി അടുത്ത പരിപാടി എന്തുവാ? പ്ലാസ്റ്റിക് എല്ലാം കൊണ്ടുവരാം. തടി അടിച്ചാലോ ഉറങ്ങിയാച്ചാ? ഇപ്പം പറയാം. ഇനി ഞങ്ങൾ സ്പ്രേ അടിക്കുവാണ്. നമ്മളാദ്യം കലക്കിയ മാതിരി. ഞാൻ പറഞ്ഞ കേട്ടോ, പ്ലാൻ തൈ നട്ടവർ ഇങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ചെയ്യണം ഇതുപോലെ. ഉണ്ടോ? നമ്മൾ മുമ്പേ കലക്കിയത് ചെറിയ സ്പ്രേക്കകത്ത് ഇട്ട് അടിക്കുവാണ്. അങ്ങനെ ചപ്പും ചവറും കുറച്ച് കരിയിലെല്ലാം വാരി ചുറ്റിന് വെച്ചു. ഇതിൻ്റെ മണ്ടയിൽ മണ്ണ് കൂട്ടുവാണ്. മതിയല്ലോ കരിയിലോ? മതിയല്ലോ. അങ്ങനെ കരിയിലിട്ടു, മണ്ടയിൽ സ്വല്പം മണ്ണിട്ടു, ഇടയ്ക്ക് ചെറിയ തറമായിട്ട് വെച്ചു. വെള്ളം ഒഴിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് കിടക്കാനുള്ള രീതിയിൽ. ഇനിയും പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി ഒരു പന്നിയെ പേടിച്ച് 4 ചുറ്റിനും ചെറിയൊരു പ്ലാസ്റ്റിക് അങ്ങ് ചുറ്റാൻ പോവുക. ഇല്ല പോകത്തില്ല. എല്ലാം റെഡിയാണ്. ഇലയിലൊക്കെ ഒഴിച്ചാൽ അറിയാനുണ്ടാവും. എല്ലാം അറിയാനുണ്ടാവും. അപ്പം എല്ലാം റെഡിയായി കഴിഞ്ഞു. പന്നിയെ പേടിച്ചാണ് ഈ പ്ലാസ്റ്റിക് ഇങ്ങനെ ചുറ്റിയേക്കുന്നത്. ചായൻ്റെ പ്ലാവലിൻ്റെ എല്ലാം റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്.